ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു നേഹ ഫുഡ് സ്റ്റോറീസ്. ഇന്ന് ഞാനിവിടെ വന്നിരിക്കുന്നത് ഒരു അടിപൊളി പുഡിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ബട്ടർ സ്കോച്ച് പുഡിങ്. വളരെ ഈസി ആയിട്ട് ഈ പുഡിങ് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. എന്നാൽ നല്ല ടേസ്റ്റുമാണ്. നമ്മുടെ വീട്ടിൽ വല്ല ഫംഗ്ഷനൊക്കെ നടക്കുമ്പോഴോ അതുപോലെ വിരുന്നുകാരൊക്കെ വരുമ്പോൾ അവരെ സൽക്കരിക്കാൻ പറ്റിയ നല്ലൊരു പുഡിങ്ങാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിങ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പുഡിങ് ഉണ്ടാക്കാൻ ആദ്യം തന്നെ നമുക്ക് വേണ്ടത് ചൈന ഗ്രാസ് ആണ്. ഞാനിപ്പോൾ 10 ഗ്രാമിൻ്റെ ചൈന ഗ്രാസിൻ്റെ പാക്കറ്റാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഈ 10 ഗ്രാം നമുക്ക് വേണ്ട, അതിൽ നിന്ന് 8 ഗ്രാം മതി. 1/2 ലിറ്റർ പാലെടുക്കുമ്പോൾ 8 ഗ്രാം ചൈന ഗ്രാസ് ആണ് വേണ്ടത്. അപ്പോൾ ഇതിൽ 2 പീസായിട്ടാണ് അവർ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഈ 8 ഗ്രാം നമുക്ക് എടുക്കാം. ഈ ചെറിയ പീസ് മാറ്റി വെക്കാം, പിന്നെ പുഡിംഗ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഈ ചൈന ഗ്രാസ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് സോക്ക് ചെയ്ത് വെക്കണം, എന്നാലാണ് ചൈന ഗ്രാസ് പെട്ടെന്ന് മെൽറ്റ് ആവുക. അപ്പോൾ പെട്ടെന്ന് സോക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് വെള്ളമാണ് എടുത്തിട്ടുള്ളത്. ഒരു 20 മിനിറ്റ് നേരത്തേക്ക് ഇതൊന്ന് സോക്ക് ചെയ്യാം. അപ്പോഴേക്കും നന്നായിട്ട് ചൈന ഗ്രാസ് കുതിർന്ന് കിട്ടിക്കോളും. ഇനി അടുത്തതായി ചൂടായ പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1.5 ടീസ്പൂൺ വെള്ളം ചേർക്കണം. അധികം ഒന്നും ചേർക്കണ്ട. അപ്പോൾ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ടതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ച് താമസം പിടിക്കും. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നിന്ന് തന്നെ വേണം നമ്മളിത് ക്യാരമലൈസ് ചെയ്തെടുക്കാൻ. അപ്പോൾ പഞ്ചസാരയൊക്കെ ഇവിടെ ക്യാരമലൈസ് ആയി വന്നിട്ടുണ്ട്, നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കാഷ്യൂനട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കുക. ഇനിയിപ്പോൾ നമ്മളിതൊരു ബട്ടർ ഫോയിൽ പേപ്പറിലേക്ക് മാറ്റണം. അപ്പോൾ പാനിൽ നിന്ന് എടുത്ത ഉടനെ തന്നെ ബട്ടർ ഫോയിൽ പേപ്പറിലേക്ക് മാറ്റണം. അപ്പോൾ നമ്മൾ പാത്രത്തിലൊക്കെ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്കിത് എടുക്കാനായിട്ട് ബുദ്ധിമുട്ടാവും. അതുകൊണ്ടാണ് ബട്ടർ ഫോയിൽ പേപ്പറിലേക്ക് മാറ്റുന്നത്. ഇപ്പോൾ ബട്ടർ ഫോയിൽ പേപ്പർ ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു പാത്രത്തിൽ എണ്ണ തടവിയതിന് ശേഷം അതിലേക്ക് മാറ്റിയാലും മതി. അപ്പോൾ ഇനി ഇത് തണുത്തതിന് ശേഷം വേണം പൊടിച്ചെടുക്കാൻ. ഇത് മാറ്റി വെക്കാം. ഇനി നമുക്ക് ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടി 1/4 കപ്പ് പഞ്ചസാര ചൂടായ പാനിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 3 ടേബിൾ സ്പൂൺ വെള്ളം ചേർക്കണം. അപ്പോൾ പഞ്ചസാര മെൽറ്റ് ആവുന്നത് വരെ വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇട്ട് വേണം നമ്മളത് മെൽറ്റ് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതും നമ്മൾ ക്യാരമലൈസ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഏറ്റവും ലോ ഫ്ലെയിമിലിട്ട് നമ്മളിതൊന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കുക. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ ഇതിവിടെ ക്യാരമലൈസ് ആയി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും സമയം മാത്രം ചെയ്താൽ മതിയിട്ട്, ഒരുപാട് ഡാർക്ക് ആക്കി എടുക്കരുത്. അപ്പോൾ നമ്മുടെ പുഡിങ്ങിൻ്റെ ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ ഇത്രയും കളറായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. അപ്പോൾ ബട്ടർ ഇട്ട് കൊടുക്കുന്നതിന് മുമ്പ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് മാറ്റി വെച്ചിട്ട് വേണം ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കാൻ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ബട്ടർ ഇതിലേക്ക് ഇട്ടിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. അപ്പോൾ ഇതിൻ്റെ ചൂടിൽ ഈ ബട്ടർ ഒന്ന് മെൽറ്റായി വന്നോളും. അപ്പോൾ അടുപ്പത്തുനിന്ന് മാറ്റിയിട്ട് വേണം കേട്ടോ നമ്മളിത് ബട്ടർ ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാൻ. ഞാനിപ്പോൾ പൊക്കി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്. ഫ്ലെയിം ഓഫ് ചെയ്യും വേണം. ബട്ടറൊക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ബട്ടർ സ്കോച്ച് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ചേർക്കാനുള്ളത് പാലാണ്. അപ്പോൾ ഇതിലേക്ക് 1/2 ലിറ്റർ പാലാണ് ഇപ്പോൾ ഞാൻ ചേർക്കുന്നത്. അപ്പോൾ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമ്മളിതിലേക്ക് പാൽ ചേർക്കുമ്പോൾ കാരമലൈസ് ചെയ്ത പഞ്ചസാരയും ബട്ടറും ഉണ്ടല്ലോ, അതൊന്ന് സ്റ്റിക്കി ആയി മാറും, അതായത് കട്ട പിടിക്കും. അപ്പോൾ പാൽ തിളപ്പിക്കുന്നതോടൊപ്പം തന്നെ കാരമലൈസ് ചെയ്ത പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി വന്നോളൂ. അപ്പോൾ ടെൻഷനൊന്നും അടിക്കണ്ട. കണ്ടില്ലേ, ഇതിപ്പോൾ നല്ല സ്റ്റിക്കി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഈ പാൽ തിളക്കുന്നതോടൊപ്പം തന്നെ ഇത് മെൽറ്റ് ആയിക്കോളും. ടെൻഷനൊന്നും അടിക്കേണ്ട കാര്യമില്ല. അപ്പോൾ പാലൊക്കെ ഇവിടെ തിളച്ചതോടൊപ്പം തന്നെ സ്റ്റിക്കി ആയിട്ടുള്ള കാരമലൈസ് പഞ്ചസാരയും ബട്ടറൊക്കെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിവിടെ ചൂടായിട്ട് ഇരിക്കുന്ന ഈ സമയം തന്നെ ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് 1/2 ടീസ്പൂൺ വാനില എസൻസ് ചേർക്കണം. അപ്പോൾ ഞാൻ ലോ ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിട്ടുള്ളത്. പിന്നെ കണ്ടൻസ്ഡ് മിൽക്ക്, ഞാനിതിലേക്ക് ഒരു 1/4 കപ്പ് കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. വാനില എസൻസും കണ്ടൻസ്ഡ് മിൽക്കും ഒക്കെ ഇതിൽ നന്നായിട്ടൊന്ന് യോജിച്ച് വരണം. അപ്പോൾ ഈ ബട്ടർ സ്കോച്ച് സോസ് നമുക്ക് അപ്പുറത്തെ അടുപ്പിലേക്ക് മാറ്റാം. എന്നിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 20 മിനിറ്റ് കുതിർത്ത് വെച്ചിട്ടുള്ള ചൈന ഗ്രാസ് ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ടാണ് അത് കുതിർത്തത്. ആ വെള്ളത്തിൽ തന്നെ ഇതൊന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. ചൈന ഗ്രാസ് നന്നായിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ചൈന ഗ്രാസ് ഒക്കെ ഇപ്പോൾ ഇവിടെ മെൽറ്റായി വന്നിട്ടുണ്ട്. ചെറിയ തരികളൊക്കെ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിലും പ്രശ്നമല്ല. ഇനിയിപ്പോൾ നമ്മൾ ബട്ടർ സ്കോച്ച് സോസിലിട്ടൊന്ന് മെൽറ്റ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ചൈന ഗ്രാസ് മെൽറ്റ് ആയതിൻ്റെ ചൂടും അതുപോലെ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബട്ടർ സ്കോച്ച് സോസിൻ്റെ ചൂടും ഒരുപോലെ ആയിരിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ചൈന ഗ്രാസ് ഇതിലേക്ക് ഒഴിക്കുമ്പോൾ പാല് പിരിയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇനി ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്തതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചു കൊടുക്കുന്നതോടൊപ്പം തന്നെ നമ്മളിത് മിക്സ് ചെയ്തും കൊടുക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ചൈന ഗ്രാസ് മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ അപ്പുറത്തെ അടുപ്പിൽ ഈ സോസ് ഒന്ന് സിമ്മിൽ ഇട്ടാണ്ട് ചൂടാക്കി എടുത്താൽ മതി. അപ്പോൾ ഏകദേശം രണ്ടിൻ്റെയും
ചൂട് ഒരുപോലെ ആയിരിക്കും. അപ്പോൾ ചെറിയ തരികൾ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ ഈ സമയത്തൊന്ന് മെൽറ്റ് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റൊക്കെ ലോ ഫ്ലെയിമിലിട്ടൊന്ന് മെൽറ്റ് ചെയ്താൽ മതി. അപ്പോഴേക്കും തരികൾ മെൽറ്റ് ആവാതെ കിടക്കുന്നുണ്ടെങ്കിൽ അതും മെൽറ്റ് ആയിക്കോളും. അപ്പോൾ ഇതൊക്കെ ഇവിടെ ഏകദേശം മെൽറ്റ് ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇനിയും തരികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ പുഡിങ് ഒഴിച്ച് വെക്കുന്ന പാത്രത്തിലൊക്കെ അരിച്ചിട്ട് ചേർത്താലും മതി. പുഡിങ് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള കാഷ്നട്ട് ഇവിടെ തണുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയുടെ ചെറിയ ജാറിലിട്ടാണ് ഇത് പൊടിച്ചെടുത്തിട്ടുള്ളത്. പുഡിങ് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ ഒഴിച്ചെടുക്കുന്നത് ആ പാത്രത്തിൽ കുറച്ച് ഓയിൽ തടവിയിട്ട് വേണം പുഡിങ് മിക്സ് ഒഴിച്ചു കൊടുക്കാൻ. ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ പുഡിങ് സെറ്റായി പോവും. ഇനി ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് കാഷ്നട്ട് പൊടിച്ചില്ലേ, നമ്മൾ കാരമലൈസ് ചെയ്ത കാഷ്നട്ട് പൊടിച്ചത് ഇട്ട് കൊടുക്കാം. കുറച്ച് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഞാൻ 3 ബൗളിലായിട്ടാണ് പുഡിങ് സെറ്റ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതുപോലത്തെ വേറൊരു ബൗളും കൂടി എടുത്തിട്ടുണ്ട്. ഇതിലോട്ടും കൂടി പുഡിങ് മിക്സ് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരൊറ്റ പാത്രത്തിൽ വേണമെങ്കിലും പുഡിങ് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കാരമലൈസ് ചെയ്ത നട്ട്സും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പുഡിങ് മിക്സ് തണുത്തതിന് ശേഷം വേണം ഫ്രിഡ്ജിലേക്ക് മാറ്റാൻ. ഞാനിപ്പോൾ 4 മണിക്കൂറാണ് പുഡിങ് സെറ്റ് ആവാൻ വേണ്ടിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചത്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിലാണ് കേട്ടോ വെക്കേണ്ടത്. അപ്പോൾ പുഡിങ് ഒക്കെ ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ ബൗളിൽ നിന്ന് ഇതൊരു പാത്രത്തിലോട്ട് മാറ്റിയാൽ മതി. അപ്പോൾ നമ്മൾ എണ്ണ തടവിയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബൗളിൽ നിന്ന് പുഡിങ് വിട്ടു പോന്നോളൂ. ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ പുഡിംഗ് ഒക്കെ ഈസി ആയിട്ട് ബൗളിൽ നിന്ന് വിട്ടു പോന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ കാഷ്നട്ട് കാരമലൈസ് ചെയ്ത് വെച്ചിരുന്നല്ലോ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സോസും കൂടി ഞാൻ ഒഴിക്കുന്നുണ്ട്. വെറുതെ ഒരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ്. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ചെറിയൊക്കെ വെച്ചിട്ട് ഗാർണിഷ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ പുഡിംഗ് ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യണേ. അപ്പോൾ ഇതുപോലെ ഒരുപാട് വെറൈറ്റി അടിപൊളി റെസിപ്പീസുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക്